ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ലേണിംഗ് നൗ. നമ്മൾ ഈ ഒരു വീക്കിൽ ഗേജിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ അനലോഗ് സർക്യൂട്ട്സിലെ പാർട്ട് 4th MCQ പാർട്ടാണ് നമ്മൾ ഈ ഒരു വീക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 3 പാർട്ടുകൾ നമ്മൾ പോയിട്ടുണ്ട്. നെക്സ്റ്റ് 4th MCQ സെറ്റ് ആണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ തിയറി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മറ്റേ പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. If a two-stage amplifier is required to have an upper cutoff frequency 2 MHz and the lower cutoff frequency 30 Hz, then the upper and lower cutoff frequencies of individual stages are respectively. അപ്പോൾ ഒരു 2-സ്റ്റേജ് ആംപ്ലിഫയറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്ക് 2 MHz തന്നിട്ടുണ്ട്, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി 30 Hz തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റേജിന് വേണ്ടി വരുന്ന അപ്പർ കട്ട് ഓഫും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 3 MHz അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും 20 Hz ആണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇൻഡിവിജ്വൽ സ്റ്റേജസിലേക്ക് വേണ്ടി വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? FL is equal to FL by 2 power square root of 2 power 1 by n minus 2 minus 1. അതേപോലെ തന്നെ FH എന്ന് പറയുന്നത് എന്താണ്? FH into square root of 2 power 1 by n minus 1 ആണ്. അപ്പോൾ നമുക്ക് 2 സ്റ്റേജ് ആയതുകൊണ്ട് n is equal to 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. FH നമുക്ക് തന്നിരിക്കുന്ന കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.1 വരും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 3 MHz ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FL പകരം അതുപോലെ തന്നെ FH പകരം നമുക്ക് തന്നിരിക്കുന്ന ഹയർ ഫ്രീക്വൻസി നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വരുന്ന FH എന്ന് പറയുന്നത് എത്രയാണ്? 3.1 MHz. അതായത് ഇൻഡിവിജ്വൽ സ്റ്റേജിന് വേണ്ടി വരുന്നത് 3.1 MHz. ദാറ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 MHz എന്ന് എടുത്തിരിക്കുകയാണ്. ലോവർ ഫ്രീക്വൻസി വിച്ച് ഈസ് ഈക്വൽ ടു 19.3, ദാറ്റ് മീൻസ് 20 Hz ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, മെഗാഹെർട്സ് അല്ല, 20 Hz ആണ് വരുന്നത്. ഓക്കെ, സോ 19.3 Hz ആണ് വരുന്നത്. ദാറ്റ് ഈസ് 20 Hz. ഓക്കെ, അപ്പോൾ IB കോൺസ്റ്റന്റും സെൽഫ് ബയാസ് നോട്ട് പോസിബിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A signal may have the frequency components which lie in the range of 0.001 Hz to 10 Hz. Which of the following types of coupling should be chosen in a multi-stage amplifier designed to amplify the signal? അപ്പോൾ ഒരു ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് തന്നിരിക്കുന്നത് 0.001 Hz to 10 Hz ആണ്. അപ്പോൾ ഏത് കപ്ലിംഗ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, അത് നമുക്ക് കാസ്കാഡിംഗ് പർപ്പസിനായിട്ട് ഏത് കപ്ലിംഗ് ആണ് ചൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡയറക്റ്റ് കപ്ലിംഗ് ആണ് നമുക്ക് ഈ പറയുന്ന ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ക്ലാസ് AB operation is often used in power, that means large signal amplifiers, in order to overcome even harmonics. ഈവൻ ഹാർമോണിക്സിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലാസ് AB ഓപ്പറേഷനിൽ നമ്മൾ, അതായത് പവർ ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസ് AB ആംപ്ലിഫയർ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈവൻ ഹാർമോണിക്സിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ വിത്ത് IC is equal to 2 mA. നമുക്ക് ICയുടെ വാല്യൂ തന്നിട്ടുണ്ട്. വേർ KT/Q ഒരു കോൺസ്റ്റന്റ് വാല്യൂ 20 mV ആണ്. BK is equal to 100 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? GM കണ്ടക്ടൻസ് ഇൻ MHOS ഉം R/Pi ദാറ്റ് ഈസ് ഇൻ ഓം ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഓപ്ഷൻ ബി 0.08 കണ്ടക്ടൻസ് GM ആണ്, മോസ് ആണ് വരുന്നത്. 1250 ഓം ആണ് വരുന്നത് R/Pi എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. GM-ന്റെ ഇക്വേഷൻ എന്താണ്? GM is equal to IC/VT ആണ്. IC നമുക്ക് 12 തന്നിട്ടുണ്ട്, VT 25 ആണ്. അപ്പൊ 0.08 വരുന്നുണ്ട്. R/Pi is equal to എന്താ വരുന്നത്? β/GM ആണ്. അപ്പൊ β 100 ഉം GM 0.8 നമ്മൾ ജസ്റ്റ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തതിലും ഉണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 1250 വരുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. An amplifier has an open loop gain of 100, an input impedance of 1 kilo ohm and the output impedance of 100 ohm. Okay, അപ്പോൾ നമുക്ക് ഓപ്പൺ ലൂപ്പ് ഗെയിൻ തന്നിട്ടുണ്ട് A എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻപുട്ട് ഇംപെഡൻസ് 1 കിലോ ഓമും ഔട്ട്പുട്ട് ഇംപെഡൻസ് 100 ഓമും തന്നിട്ടുണ്ട്. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഫാക്ടർ എന്ന് പറയുന്നത് 0.99 ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസസ് എത്രയാണെന്നാണ്? 100 കിലോ ഓമും അതുപോലെ തന്നെ 1 ഓമും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ZIF is equal to ZF into 1 plus beta ആണ്. അപ്പൊ ആ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം അല്ലെ. ZF 1K ആണ്, ZI that is ഒരു ഫീഡ്ബാക്കിൽ വരുന്നതാണ്. ഓക്കെ, then 1 plus 100 into 99 വരുന്നുണ്ട്. that is equal to 100 കിലോ ഓം ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ Z ഔട്ട്പുട്ടിലേക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും ആണല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Z0 by 1 plus beta A ആണ്. that is equal to 100 by 100 plus വരും. that is equal to 1 ohm ആണ് വരുന്നത്.
ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ അനലോഗ് സർക്യൂട്ട്സിൽ ഡിസ്കസ് ചെയ്യുന്ന MCQs. ഓക്കെ, താങ്ക് യു.